ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അൽഹംദുലില്ലാ ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. അന്നൊരു നല്ലൊരു വെയിലുള്ള ദിവസമാണ്. അപ്പോൾ കുറച്ച് പുറത്തെ ക്ലീനിങ്ങും പിന്നെ ചോറിന് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണണം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ മഴ പെയ്തപ്പോൾ വീണ്ടും പുറത്തെ അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത്. വെയിൽ കാണുമ്പോൾ അകത്തെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് പുറത്ത് നല്ല മഴ. അപ്പോൾ ആകെ ചവറും പുല്ലൊക്കെ നിറഞ്ഞ് കിടക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു സൈഡിൽ നിന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് കറി വെക്കാൻ പോവാം ആദ്യം കേട്ടോ. ഇതിലേക്ക് കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് അധികം സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഈ പുളി വെള്ളത്തിൽ ഇട്ടിച്ചത് നന്നായി പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിക്കാം. നമുക്ക് എത്രയാണ് കറി വേണ്ടത് അതിനനുസരിച്ചിട്ട് ഉള്ള പുളിവെള്ളം ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. നന്നായി തിളയ്ക്കണം കേട്ടോ. നന്നായി തിളച്ചിട്ട് വരണം. ഇതുപോലെ നന്നായി ഇളക്കി കൊടുത്താൽ തിളയ്ക്കാൻ വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് അരക്കാനുള്ള ഇത് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. നിങ്ങൾ എരിവിനനുസരിച്ച ഉണക്കമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. വേറെ മുളകും പൊടി ഒന്നും ഇട്ട് കൊടുക്കണില്ല, ഈ എരിവാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മുളക് നിങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ, ഉണക്കമുളക്. അതേപ്പോൾ പുളി നന്നായി തിളച്ച് വന്നിട്ട് പുളിയുടെ വെള്ളം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇതുപോലെ നന്നായി അരച്ചെടുക്കുക കേട്ടോ തേങ്ങ. ഇനി ഈ തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. അധികം തിളച്ച് വരാൻ പാടില്ല കേട്ടോ. തിള വരുമ്പോഴത്തേനും നമ്മൾ ഇത് ഓഫ് ചെയ്യണം. ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് നിൽക്കുക കേട്ടോ. ഒരു കറിയൊക്കെ വെക്കുമ്പോൾ തിളച്ച് പൊന്തിനു മുന്നേ ഓഫ് ചെയ്യില്ല, അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ തിളത കുറച്ച് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചട്ടി അടുപ്പത്തുനിന്ന് മാറ്റാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് വറവ് ഇടാനുള്ള ചട്ടി അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. നമ്മൾ എത്രയാണ് കടുക് എടുക്കണതിൻ്റെ അതിൻ്റെ ഇരട്ടി ഉലുവം കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഉലുവ നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കായപ്പൊടി ഇല്ലേ, കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് കറിയിലേക്ക് ഒഴിക്കാം കേട്ടോ. ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ സിമ്പിളായിട്ടുള്ള കറി. നമുക്കിപ്പോൾ മീൻ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ പച്ചക്കറി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ സിമ്പിളായിട്ട് കറി പെട്ടെന്ന് എടുക്കാം കേട്ടോ. നമ്മളെ കയ്യിൽ തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കറി റെഡി ആവാം കേട്ടോ. നിങ്ങളിത് ഒരു പ്രാവശ്യങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളെ കമൻറ്റ് ഇതിൻ്റെ അടിയിൽ എഴുതി കേട്ടോ. അപ്പോൾ കറിയുടെ പണി കഴിഞ്ഞപ്പോൾ അതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. നല്ല വെയിലുണ്ട് കേട്ടോ. മഴയാണെങ്കിൽ നല്ല മഴ, വെയിലാണെങ്കിൽ നല്ല വെയിലുണ്ടോ. നല്ല ചൂടുള്ള വെയിലായിരുന്നു കേട്ടോ അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ പുറത്ത് ഇങ്ങനെ കിടക്കണത് ചെരുപ്പൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. ഇനി ഇവിടെ ഒക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കണം. ചവറൊക്കെ ഒന്ന് അടിച്ച് കോരി എടുക്കണം കേട്ടോ. അപ്പോൾ വൃത്തിയാക്കാൻ പോവുകയാണ് കേട്ടോ. ചവറൊക്കെ കിടക്കണ കണ്ടില്ലേ, ഇങ്ങനെയാണ് കിടക്കണത്. ഇതൊക്കെ ഞാൻ അടിച്ചൊന്ന് വൃത്തിയാക്കണം. അപ്പോൾ ആദ്യം ഫ്രണ്ടിലും കാർ പോർച്ചൊക്കെ ഒന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അടിച്ചു വരികയാണ് കേട്ടോ. ചെരുപ്പൊക്കെ ഒന്ന് തട്ടി മാറ്റിയിട്ട് നന്നായി അടിച്ചു വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം കാലുകൊണ്ട് തന്നെ ചെരുപ്പ് അവിടെ കൊണ്ടുപോയിട്ട് അടക്കി വെക്കണം കേട്ടോ. പിന്നെ കുനിയുണ്ടല്ലോ, അപ്പോൾ ഈ കാലിൽ തന്നെ ചെരുപ്പിട്ട് അവിടെ തന്നെ കൊണ്ടുവയ്ക്കും കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ കാർ പോർച്ചിൻ്റെ ഭാഗമൊക്കെ ഒന്ന് അടിച്ചു വരണം കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ബ്രഷ് കൊണ്ടുവച്ച് അടുത്ത പണിയായുധങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ടെന്ന് സേവനവാരമാണല്ലോ. അപ്പോൾ ഒരു ഭാഗങ്ങളിൽ ഒരു ഭാഗം വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കൈക്കോട്ട് വെച്ചിട്ട് ഈ ചെറിയ പുല്ലുകൾ ഇങ്ങനെ ചെത്തിയെടുക്കണം കേട്ടോ. കുറേ പിച്ചിയൊക്കെ എടുത്ത് നോക്കിയപ്പോൾ പോരുന്നില്ല. അപ്പോൾ ചിലതൊക്കെ കൈകൊണ്ട് പിച്ചെടുത്ത് ചിലതിങ്ങനെ ചെത്തിയെടുത്ത് ആ ഭാഗം കഴിഞ്ഞപ്പോൾ അതാ ഇപ്പുറത്തേക്ക് വന്നിട്ട് ഇവിടെ കാട് പോലെ ആയിരിക്കുകയാണ്. ഇതുപോലെ ചെത്തിയെടുക്കുകയാണ് കേട്ടോ. നല്ല വെയിലുണ്ട്. ഇവിടെ വെയിൽ വരുമ്പോഴത്തേന് വേഗം പണി കഴിക്കാൻ വിചാരിച്ചിട്ട് വേഗം പണിയെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ചെത്തിയിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇതേ കണ്ടോ ഒരുവിധം ഒക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ചൂല് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ച് വാരി എടുക്കുകയാണ് കേട്ടോ. 4 കുഞ്ഞിയ പുല്ലുകൾ അവിടെ ഇവിടെ ഉണ്ട്. എന്നാലും പറ്റണ്ടൊക്കെ പറിച്ചെടുത്ത് കേട്ടോ. നല്ല വെയിലുള്ള കാരണം അവിടെ നിൽക്കാൻ പറ്റില്ല. അത് കാരണം വെയിൽ വരുമ്പോഴത്തേനും കേട്ടോ. അപ്പോഴത്തേനെ തലവേദന ഇങ്ങനെ ചെറുതായി വരുന്നുണ്ട്. പിന്നെ വേഗം അടിച്ചെടുക്കുകയാണ് കേട്ടോ. നന്നായി അടിച്ചെടുക്കുകയാണ് കേട്ടോ. ചവറ് കിടക്കണമെങ്കിൽ നമുക്ക് എന്തോ ബുദ്ധിമുട്ട് പോലെ കണ്ടോ. ഒരു കൂമ്പാരം ഉണ്ടായിരുന്നു കേട്ടോ. ചവറ് 5 കൊട്ടൊക്കെ ഞാൻ കൊണ്ടുപോയി കളഞ്ഞു. ഇനി ഈ ഉള്ളിലായിട്ടേ മഴ നനയാത്തോടത്ത് കുറച്ച് ചെടികളുണ്ടൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നനയ്ക്കാൻ കേട്ടോ. അതിന് ചട്ടിയൊക്കെ മാറ്റാനായിരിക്കണം. ഇനി മഴയൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പണികൾ കഴിഞ്ഞ് വരുമ്പോഴത്തേനും മഴവും ഇതുപോലെ കിടക്കണം കേട്ടോ. മുറ്റം എന്തൊരു വൃത്തിയിലാണ് കിടക്കണം കണ്ടോ. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ്
അടിയും ഒക്കെ കഴിഞ്ഞപ്പോൾ അകത്തൊരു വിധം പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കറിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അതും കൂടി ഉണ്ടായിരുന്നുള്ള പണി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. കണ്ടോ നല്ല വെയിലുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ മുറ്റം അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ചോറ് തിഞ്ഞെടുത്ത് കേട്ടോ. കറി കൂട്ടിയിട്ട് ചോറ് ഞാൻ പോകണം കേട്ടോ. എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.